വളരെക്കാലം മുമ്പ് പുരാതന ഈജിപ്തിൽ അമുൻ എന്നൊരു യുവ ഫറവോ ഉണ്ടായിരുന്നു. അവൻ ശക്തനും ധീരനുമായിരുന്നു. എല്ലാ രാത്രിയിലും അവൻ ചന്ദ്രനെ നോക്കി തന്റെ ഭാവി വധുവിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ ചന്ദ്രദേവത അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മരുഭൂമിയിലെ മണലുകൾക്ക് പുറത്ത് വെള്ളിയുടെ മറഞ്ഞിരിക്കുന്ന നഗരത്തിൽ താമസിച്ചിരുന്ന ലൈല എന്ന രാജകുമാരിയെക്കുറിച്ച് അവൾ അവനോട് പറഞ്ഞു. ഏറ്റവും ധീരനായ പുരുഷന് മാത്രമേ അവളെ കണ്ടെത്താൻ കഴിയൂ. ഈ മഹത്തായ സാഹസിക യാത്രയ്ക്ക് പോകാൻ അമുൻ തീരുമാനിച്ചു. അവൻ തന്റെ സ്വർണ്ണ കൊട്ടാരം ഉപേക്ഷിച്ച് ചൂടുള്ള മരുഭൂമിയിലൂടെ ഒരുപാട് സഞ്ചരിച്ചു. യാത്രക്കിടയിൽ നിരവധി അപകടങ്ങളെ അവൻ നേരിട്ടു. അന്ധത വരുത്തുന്ന മണൽക്കാറ്റുകൾ, വലിയ പാമ്പുകൾ, വലിയ രാക്ഷസരൂപികൾ തുടങ്ങി പല പ്രശ്നങ്ങൾക്ക് അവൻ സാക്ഷ്യം വഹിച്ചു. എന്നാൽ അവന്റെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവൻ നേരിട്ടു. കാരണം അവൻ ധീരനായ ഒരു യോദ്ധാവായിരുന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം അവൻ വെള്ളിയുടെ നഗരത്തിലെത്തി. അവിടെ അവൻ ലൈല രാജകുമാരിയെ കണ്ടു. അവളുടെ ചർമ്മം ചന്ദ്രപ്രകാശം പോലെ തിളങ്ങി. അവളുടെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി. അവർ കണ്ടുമുട്ടിയ നിമിഷം അവർ പ്രണയത്തിലായി. എന്നാൽ ഈ നീക്കങ്ങളെ ചില ദുഷ്ടശക്തികൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇരുണ്ട ദേവനായ സേത്ത് ഇവരുടെ പ്രണയത്തിൽ കോപാകുലനായി. രാജകുമാരിയെ എന്നേക്കുമായി ശാപത്തിന് ഇരയാക്കാൻ അവൻ ആഗ്രഹിച്ചു. അമുനെ തടയാൻ അവൻ അവന്റെ പടയാളികളെ അയച്ചു. സൂര്യദേവനായ റാ അനുഗ്രഹിച്ച തന്റെ വാളുമായി ഫറവോ അമുൻ ധീരമായി പോരാടി. അമുനോടൊപ്പം ലൈലയും തന്റെ മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ച് ശക്തമായി പോരാടി. ഒരുമിച്ച് അവർ സേത്തിന്റെ ജീവികളെ പരാജയപ്പെടുത്തി. ദേവന്മാർ സന്തുഷ്ടരായി അവരുടെ പ്രണയത്തെ അനുഗ്രഹിച്ചു. അമുനും ലൈലയും ഈജിപ്തിലേക്ക് മടങ്ങി. അവരുടെ വിവാഹം വളരെ സന്തോഷകരമായി ആഘോഷിച്ചു. ആ ദിവസം മുതൽ ഈജിപ്തിൽ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുമ്പോഴെല്ലാം ആളുകൾ പറയുന്നത് ലൈല രാജകുമാരി തന്റെ രാജാവായ അമുനെ നോക്കി പുഞ്ചിരിക്കുകയാണെന്ന്.